എതിരാളി ശക്തനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എതിരാളിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ശത്രുക്കൾ ചെതിക്കുഴികൾ പണിതു വെക്കും. കാരണം നേർക്ക് നേരെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഭീരുക്കളായ ശത്രുക്കൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം ഭീരുക്കളായ ശത്രുക്കൾ എതിരാളി ചെതിക്കുഴിയിൽ വീണു കഴിഞ്ഞാൽ വലിയ വീരവാദം മുഴക്കും. ഇതൊന്നും ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്നുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരമൊരു ചതിയാണ് കർണാടകയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. കർണാടക തിരഞ്ഞെടുപ്പിൽ SDPI വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. SDPIയുടെ ഈ വലിയ മുന്നേറ്റത്തെ ചെറുത്തു തോൽപ്പിക്കാൻ BJPക്ക് സാധിച്ചില്ല. അങ്ങനെ BJP ഒരു ചതിക്കുഴി പണിതു വെച്ചു. ആ ചതിക്കുഴിയിൽ നിരപരാധികളായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ വീണുപോയി എന്നുള്ളത് ഒരു സത്യം. എന്നാൽ മറ്റൊരു സത്യം എന്ന് പറയുന്നത് ഈ ചതിക്കുഴി കുഴിച്ചവരുടെ നേർചിത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ആ സത്യമാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതായത് കർണാടക തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം കൗണ്ടിംഗ് ബൂത്തിന്റെ പുറത്തായിട്ട് SDPI പ്രവർത്തകരും BJPയുടെ പ്രവർത്തകരും കൂടി നിന്നുകൊണ്ട്, അതായത് മാറി നിന്ന് SDPI പ്രവർത്തകർ ഒരിടത്ത് കൂടി നിന്ന് BJP പ്രവർത്തകർ ഒരിടത്ത് കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഒരു മുദ്രാവാക്യം ഇങ്ങനെ കടന്നു വരികയാണ്. എവിടെ നിന്നാണ് ആ മുദ്രാവാക്യം വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ മുദ്രാവാക്യം കടന്നു വന്നത്. ഉടൻ തന്നെ പോലീസുകാരും അധികാരികളും ഉറപ്പിച്ചു ആ മുദ്രാവാക്യം വിളിച്ചത് SDPIയുടെ പ്രവർത്തകരാണ്, അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന്. അങ്ങനെ നിരപരാധികളായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് തടവറയിലേക്ക് പറഞ്ഞയച്ചു. നിസ്സാര വകുപ്പുകളല്ലായിരുന്നു അവർക്ക് നേരെ ചുമത്തിയത്, മറിച്ച് രാജ്യദ്രോഹ കുറ്റമായിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയത് ഇനി എന്താണുള്ളത്? നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാർ പോലീസുകാരുടെ കാലു പിടിച്ചു പറഞ്ഞു ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന്. അധികാരികൾ കേൾക്കാൻ തയ്യാറായില്ല. ആ പാവങ്ങൾ തടവറയിൽ കഴിയേണ്ട അവസ്ഥ വന്നു. എന്നാൽ ഇതിന്, അതായത് ഈ ചതിക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം യഥാർത്ഥ സത്യം ദൈവം തന്നെ പുറത്തുവിട്ടു എന്ന് വേണം പറയാൻ. BJPയുടെ ഒരു യൂട്യൂബ് ചാനലിൽ 3 മിനിറ്റ് 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആഘോഷ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് വോട്ടെണ്ണൽ ബൂത്തിന്റെ പുറത്ത് നിന്ന് പകർത്തിയ ദൃശ്യമെന്ന് ചുരുക്കം. ആ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന BJPയുടെ നശിച്ച മുഖം. അതായത് BJP പ്രവർത്തകർ പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമായിരുന്നു അത്. ആ ദൃശ്യം പുറത്തു വന്നതോടുകൂടി യഥാർത്ഥ സത്യം ജനങ്ങൾ അറിഞ്ഞു. SDPIയുടെ പ്രവർത്തകരല്ല പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചതെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ടും അധികാരികൾക്ക് നേരം വെളുത്തിട്ടില്ല. എന്തായാലും ഈ സത്യം പുറത്തു വന്നതോടുകൂടി BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ രാജ്യത്തെ നല്ലവരായിട്ടുള്ള BJPക്കകത്ത് പെട്ടുപോയിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കണം, എതിരാളികളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് നെറികേടും കാണിക്കും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കർണാടക ഉജ്ജയിനിലെ ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.